നിങ്ങൾക്ക് ഹൃദയശുദ്ധിയും നിർമ്മലമായ മനസ്സും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജീവിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് മത്തായിയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയവിശുദ്ധിയുടെ പ്രാധാന്യത്തെയാണ്. വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകത്തിലെ 51-ാം അധ്യായത്തിലെ 10-ാം വാക്യവും. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന. 2000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതിയ ബൈബിളിലെ വചനങ്ങളാണിത്. അന്നും ഇന്നും ചതിയും വഞ്ചനയും ലോകത്തിലെല്ലായിടത്തുമുണ്ട്. ഈ ചതിയും വഞ്ചനയും ലോകാരംഭം മുതൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും പാപചിന്തകളാൽ മനുഷ്യരുടെ ജീവിതം പാപപങ്കിലം ആയിരുന്നുവെന്നും നമുക്ക് ഈ എളിമയുള്ള പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ നമുക്ക് അനുമാനിക്കാൻ പറ്റും. അക്രമവും ചതിയും വഞ്ചനയും ഇന്ന് കൂടിയിട്ടല്ലേ ഉള്ളൂ. സ്വാർത്ഥ ലാഭത്തിനായി ആർക്കെതിരെയും എന്തും ചെയ്യാനുള്ള ദുഷിച്ച മനസ്സാണ് ഇന്ന് മനുഷ്യനുള്ളത്. മറ്റൊരാളുടെ ജീവിതത്തെ തകർക്കുന്നതിന് ഹീനമായ ഏത് മാർഗവും അവൻ തേടും. പകയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സുകൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. എല്ലാ മേഖലകളിലും മത്സരമാണ്. അവിടെ വിജയിക്കാൻ നമ്മുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ ഇല്ലാതാക്കാമെന്നാണ് ഇന്ന് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലായാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ ഇത് ശാശ്വതമായ നേട്ടമാണെന്ന് വിശ്വസിച്ചാൽ അവർക്ക് തെറ്റി. ചതിച്ചു നേടിയ താൽക്കാലിക വിജയം പരാജയത്തിലേക്കുള്ള വഴി തുറക്കലാണ് എന്ന് ഒരിക്കൽ തിരിച്ചറിയും. നല്ല മനസ്സും വിശാലമായ ഹൃദയമുള്ളവരുടെ സാന്നിധ്യം നമ്മളിലേക്ക്, ചുറ്റുമുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജിയുടെ ബീജുകളെ പ്രവഹിപ്പിക്കും. ഇത്തരം ആളുകളെ മാതൃകയാക്കാൻ ശ്രമിക്കുക. ഇവരിൽ നിന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ ധാരാളം നല്ല കാര്യങ്ങളുണ്ടാവും. ദൈവവിശ്വാസവും അതിലൂടെ ആത്മവിശ്വാസവും നമ്മളിലേക്ക് പതിയെ ഒഴുകി വരാൻ തുടങ്ങും. കളങ്കമില്ലാത്ത മനസ്സും ഹൃദയശുദ്ധിയും ഉണ്ടായാൽ ഓരോരുത്തരും ജീവിതം തന്നെ മാറിയും എന്നും എപ്പോഴും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിലൂടെ ഭദ്രമായ ജീവിതം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ശുഭദിനം.